എന്നെ ഇങ്ങനെ ഓട്ടിക്കാടി. എനിക്ക് വയ്യ. എന്നെ ഇങ്ങനെ ഓട്ടിക്കാതെ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മാവല്ലേ. നിങ്ങൾ എന്റെ അമ്മാവനുമല്ല, എന്റെ ആരുമല്ല. എന്നോട് ഇച്ചിരിയെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഈ കോളേജ് ചെയ്യുമായിരുന്നോ? മക്കളെ ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയണേ? നിങ്ങളൊന്നും ചെയ്തില്ലേ? ഒന്നും ഓർമ്മയില്ലേ? ഇല്ല. ഇന്ന് രാവിലെ ആ ദോശ കഴിക്കാൻ നേരത്തെ എന്തോ പറഞ്ഞു നിങ്ങളെടുത്ത്? അമ്മ 10 ദോശ കഴിച്ചെന്ന് പറഞ്ഞു. 10 ദോശ തിന്നുന്നതിന്റെ ഒരു കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ, ദോശയുടെ കാര്യമല്ല. ഒരു ഏണി വലിച്ചോണ്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ ഒരു ഏണി വലിച്ചോണ്ട് വന്നില്ലല്ലോ. വന്നില്ലേ? പിന്നെ വന്നേക്കുന്ന പിങ്കി തന്ന പണ്ടാരം പിന്നെ എന്തുവാ? പിങ്കി മോളെ കാര്യമാ? പിങ്കി മോള് എന്റെ പൊന്നു മോളെ, അത് മുതലാളിയുടെ കൂട്ടുകാരന്റെ മോളാണ്. മുതലാളി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, ഞാൻ ഇവിടെ റൂമിൽ കൊണ്ട് താമസിപ്പിച്ചു. എനിക്ക് അത്രേ അറിയാവൂ. അമ്മാവൻ അത്രേ അറിയത്തുള്ളൂ. പക്ഷെ അവൾ എന്താ ചെയ്തെന്ന് അറിയാവോ? എന്തോ ചെയ്തേ? എന്റെ ഡോക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ട് ഗിഫ്റ്റ് ചെയ്ത് എന്റെ മൊമ്മ ചേർന്ന് പൊട്ടിച്ചു. അയ്യേ, അതെന്തിന്? അതെന്താ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആ മൊമെന്റ് ഇന്ന് തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ അവന്റെ വേറെ മുഖം നിങ്ങൾ കാണും. നീ വേറൊരു മുഖം കൂടെ ഉണ്ടാവും മോളെ. വേറെ മുഖം കാണിച്ചാൽ എന്താന്നുള്ളത് നിങ്ങൾ ഒടുക്കത്തെ തമാശ. വീണ്ടും ഞാൻ പറയുവാ, എന്റെ ഗിഫ്റ്റ് നിങ്ങളെ കൊല്ലും അവളെ കൊല്ലും. മോളെ, എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാടി? ഇല്ലാന്നോടെ എനിക്ക് എന്റെ മൊമെന്റ് ഇന്ന് തന്നെ കിട്ടിയിരിക്കണം. പറഞ്ഞെന്ന് വേണ്ട, നീ ഇപ്പൊ തൽക്കാലം കയറിപ്പോ. എന്റെ ദൈവമേ, എല്ലാ തലവേദന എന്റെ തലക്കാണല്ലോ മോളെ വരുന്നത്. അതെന്തുകൊണ്ടാന്നറിയോ? ബുദ്ധിയില്ലാത്തോണ്ട്. പറ, നീ കൂടെ തന്നെ കളിയാക്കും മോളെ. നിങ്ങളൊക്കെ പൊന്നു പോലെ നോക്കണ എനിക്ക് ഇങ്ങനെ തന്നെ വേണം കേട്ടോ. ഇങ്ങനെ തന്നെ പറയണം നിങ്ങൾ. ഇത് സോൾവ് ചെയ്യാൻ ഒരു പരിപാടി പറഞ്ഞേ. ആ വന്ന കുങ്കി ആ കൊച്ചിനെ മര്യാദക്ക് പറഞ്ഞു വിടാൻ നോക്ക് തിരിച്ച്. നീ എന്തോന്ന് മോളെ പറയണത്? ആ കൊച്ചു പോകുന്ന കാലെടുത്ത് വച്ചല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ പറഞ്ഞു വിടും? ഞാൻ പറഞ്ഞോളൂ, ബാക്കി അമ്മാവൻ എന്തായാലും കാണിക്കും. അതുമല്ല, മുതലാളി പറഞ്ഞാലും ഇവിടെ നിർത്താൻ. മുതലാളി ധിക്കരിച്ച് എനിക്ക് എന്നെ ഇറക്കി വിടാൻ പറ്റുമോ? അതൊന്നും നടക്കൂല. എന്തോ കാണിക്കാം അമ്മാവൻ. അല്ല, അവന്തി മോള് പറഞ്ഞ മൊമ്മിന്റെ എന്തര്? മൊമിഞ്ഞിയല്ല, മൊമെന്റോ. അത് എന്തോ അവൾക്ക് ഏതോ ഡോക്ടർ എന്തോ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമ്മാനത്തിന് പറയുന്ന വേറൊരു പേരമ്മാവ്. അത് ആണോ? അത് ഇവിടെ കടയിൽ കിട്ടുമോ വാങ്ങിക്കാൻ? അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊതുവെ കടകളിലൊക്കെ കിട്ടും. ഏത് കടയെന്ന് പറഞ്ഞു നോക്കും. അത് ഞാൻ എവിടെന്നെങ്കിലും വാങ്ങിക്കാം ഒരെണ്ണം. എന്നിട്ട് ഞാനൊരു ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരാം. മോളൊരു കാര്യം ചെയ്യോ, അവന്തി മോളെ ഒന്ന് ഒന്ന് ശരിയാക്കി വെക്കുവോ? കുത്താൻ നിൽക്കണ പോത്തിനെ വേണമെങ്കിൽ ഞാൻ ഡീൽ ചെയ്യാം, പക്ഷെ ആ ഐറ്റത്തിന് എനിക്കിട്ടായിരിക്കും കിട്ടണം. പ്ലീസ് തൽക്കാലം വാങ്ങിച്ചിട്ട് കൊടുക്കാണ്ടിരിക്കോ എന്തോ ചെയ്യും, എന്നെ വിട്ടേക്ക്. എനിക്കറിയാം, ഒരു കാര്യം വരുമ്പോൾ നിങ്ങളെല്ലാം ഒന്നാണല്ലോ. കണ്ട എന്റെ മുട്ടിൽ വെച്ച് അടിച്ചതെന്ന് കണ്ടാ? ഞാൻ രാത്രി ചൂട് വെച്ചുതരാം. ചൂട് വെക്കാനാ? ചൂട് വെക്കാൻ വേണ്ടി ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മോളെ. അയ്യോ, എന്നെ അങ്ങോട്ട് എടുത്തോ. ചൂട് പിടിച്ചു തരാന്ന് രാത്രി ആകുമ്പോ വെള്ളത്തിൽ ചൂട് മുക്കി പിടിച്ചു തരാം. ശരി, ഞാൻ പോയി അത് വാങ്ങിച്ചിട്ട് വരാമേ.